നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് ശത്രുക്കളാണ്. ഈ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, ശത്രുക്കളിൽ നിന്നും സ്വന്തം ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ പഠിക്കുന്നു. ജാഗ്രതയോടെ ജീവിക്കാൻ പഠിക്കുന്നു. ക്ഷമയും ആത്മനിയന്ത്രണവും വളർത്താൻ സഹായിക്കുന്നു. ശക്തനാകാൻ പ്രചോദനം നൽകുന്നു. യഥാർത്ഥ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. തന്ത്രപരമായി ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. വിനയം നിലനിർത്താൻ സഹായിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ക്ഷമയുടെ മൂല്യം പഠിപ്പിക്കുന്നു. ക്ഷമിക്കാനുള്ള മഹത്വം പഠിപ്പിക്കുന്നു. ഈ 10 കാര്യങ്ങൾ നമ്മൾ ശത്രുക്കളാൽ പഠിക്കുന്നു, അല്ലേ? ഒരു പഴമൊഴിയുണ്ട്: സുഹൃത്ത് നിന്നെ ആശ്വസിപ്പിക്കും, ശത്രു നിന്നെ വളർത്തും. എന്നാൽ ഈ ശത്രുവിനെ എങ്ങനെ തിരിച്ചറിയണം? എങ്ങനെ നേരിടണം? എപ്പോൾ വിട്ടുകൊടുക്കണം? എന്നിവ എങ്ങനെ? ഈ വിഷയത്തിൽ ഭാരതത്തിലെ ഏറ്റവും മികച്ച നീതിശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നായ ശുക്രനീതി വളരെ ആഴത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ ശുക്രനീതി എഴുതിയ ശ്രീ ശുക്രാചാര്യൻ ആരാണെന്ന് മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ശുക്രനീതിയിലെ ശത്രുവിനെ കുറിച്ചുള്ള പല തത്വങ്ങളും പ്രശസ്തമാണ്, അതുപോലെ ഉപകാരപ്പെട്ടതും. അതുകൊണ്ട് ശ്രദ്ധയോടെ അവസാനം വരെ കേൾക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കുക തന്നെ ചെയ്യും. ശുക്രനീതിയിൽ ശത്രുക്കളെ പറ്റി പറയുന്ന 1-ാമത്തെ ശ്ലോകം ഇതാണ്: അൽപോപി രുപുര വാഞ്ചയോന കഥാജന ബുദ്ധിമാൻ അൽപോഗ്നിർ വർത്തമാനസ്തു ദഹതൈവ വനം മഹത്. ഈ ശ്ലോകത്തിൽ ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് എത്ര ചെറിയ ശത്രുവാണെങ്കിലും അവനെ അവഗണിക്കരുത് എന്നാണ്. ഒരു ചെറിയ തീപ്പൊരി മുഴുവൻ കാടും കത്തിക്കുന്നത് പോലെ ചെറിയൊരു വൈരവും വലിയ നാശത്തിന് കാരണമാകാം. അതിനാൽ ആരെയും പരിഹസിക്കരുത്. എതിരാളിയുടെ കഴിവ് കുറച്ച് കാണരുത്. എപ്പോഴും ജാഗ്രത പാലിക്കണം. 2-ാമത്തെ ശ്ലോകം ഇതാണ്: രിപോർബലം സമാലോകൈ സ്വബലം ച വിശേഷത തഥാ കുര്യാത് പ്രയത്നം തു ന മോഹാത് യുദ്ധമാചരേത്. ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ശത്രുവിൻ്റെ ശക്തി അറിഞ്ഞിരിക്കണം. അറിയാതെ നടത്തുന്ന പോരാട്ടം തോൽവിയിലേക്ക് നയിക്കും. ഇന്നത്തെ ജീവിതത്തിലും ഇത് ബാധകമാണ്. ബിസിനസ് ആയാലും ജോലിയിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും എതിരാളിയുടെ സ്വഭാവവും കഴിവും മനസ്സിലാക്കുന്നത് വിജയത്തിൻ്റെ ആദ്യ പടിയാണ്. 3-ാമത്തെ ശ്ലോകം ഇതാണ്: മന്ത്രം ന പ്രകാശയേത് പ്രാജ്ഞോ മന്ത്രസേതോ ഹി കാരണം വിനാശസ്യ നൃണാം ലോകേ തസ്മാൻ മന്ത്രം സദാ കുപേത്. ശുക്രനീതിയിൽ സ്വന്തം രഹസ്യ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ ദൗർബല്യങ്ങൾ, നിങ്ങളുടെ ഭാവി ലക്ഷ്യങ്ങൾ ഇവയെല്ലാം എല്ലാവരോടും പങ്കുവയ്ക്കരുത്. സ്വന്തം രഹസ്യ പദ്ധതികൾ മറ്റുള്ളവരെ അറിയിക്കരുത്. കാരണം പലപ്പോഴും നിങ്ങളുടെ ദൗർബല്യമാണ് അവർ ആയുധമാക്കുന്നത്. 4-ാമത്തെ ശ്ലോകം ഇതാണ്: ക്രോധം ശത്രു ശരീരസ്ഥോ നാശദൈവ മാനവം തസ്മാസ് ക്രോധം പരിത്യജ്യ ബുദ്ധ്യാ കാര്യം സമാചരേത്. ഈ ശ്ലോകത്തിലൂടെ ശ്രീ ശുക്രാചാര്യൻ നമ്മളോട് പറയുന്നത് കോപം മനുഷ്യൻ്റെ ഉള്ളിലെ ഒരു ശത്രുവാണ്. അതിനാൽ വിവേകത്തോടെ പ്രവർത്തിക്കണം. ശത്രുവിനോട് കോപം തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ കോപം കൊണ്ട് പ്രവർത്തിച്ചാൽ വിവേകം നഷ്ടമാകും. ഇവിടെ ശ്രീ ശുക്രാചാര്യൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ചിന്തിക്കുക, ശേഷം പ്രവർത്തിക്കുക. ശാന്തമായി എടുക്കുന്ന തീരുമാനങ്ങളാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. 5-ാമത്തെ ശ്ലോകം ഇതാണ്: കാമഃ ക്രോധസ്തത ലോഭോ
മോഹേച്ച മത ഏവച ഏതേ ശത്രവോ ദേഹേ നിത്യം താൻ ജയേത് ബുധഃ. ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം എന്നിവയാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രുക്കൾ. ഇവയെ ജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. ഇത് ശുക്രനീതിയിലെ ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്നാണ്. അഹങ്കാരം, അത്യാഗ്രഹം, അലസത, അശ്രദ്ധ ഇവയാണ് മനുഷ്യനെ ആദ്യം തകർക്കുന്നത്. പുറത്തുള്ള ശത്രുവിനെ ജയിക്കുന്നതിന് മുമ്പ് ഉള്ളിലെ ഈ ശത്രുക്കളെ ജയിക്കണം. ആറാമത്തേത്, എല്ലാ ശത്രുക്കളെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമെന്നില്ല. അതെ, ശുക്രാചാര്യൻ പറയുന്നത് എല്ലാ പ്രശ്നത്തിനും യുദ്ധം പരിഹാരമല്ല എന്നാണ്. ചിലപ്പോൾ ക്ഷമ, നയതന്ത്രം, സമയോചിതമായ മൗനം, ബുദ്ധിപരമായ സമീപനം ഇവയിലൂടെയും വലിയ വിജയങ്ങൾ നേടാം. അനാവശ്യ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതും ഒരു വിജയം തന്നെയാണ്. ഏഴാമത്തേതാണ്, ധർമ്മം പാലിക്കുന്നവന് അവസാനം വിജയം ലഭിക്കും എന്നതാണ്. ശ്രീ ശുക്രാചാര്യൻ ശക്തിയെ അംഗീകരിക്കുന്നുവെങ്കിലും അധർമ്മത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ധർമ്മവും നീതിയും പാലിക്കുന്നവൻ വൈകിയാലും വിജയിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആശയം. ചതിയും വഞ്ചനയും താൽക്കാലിക നേട്ടങ്ങൾ നൽകാം, എന്നാൽ സ്ഥിരമായ വിജയം നൽകുന്നത് ധർമ്മത്തിൻ്റെ വഴിയിലാണ്. ശത്രുക്കളിന്മേൽ വിജയം നേടാനും ജീവിതത്തിൽ വിജയം നേടാനും ശുക്രനീതിയിലെ ഈ സന്ദേശങ്ങൾ പര്യാപ്തമാണ്. ഈ അധ്യായത്തിലെ സന്ദേശങ്ങൾ ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമത്തേത് ശത്രുവിനെ നിസ്സാരനായി കാണരുത്. രണ്ടാമത്തേത് രഹസ്യങ്ങൾ സൂക്ഷിക്കുക. മൂന്നാമത്തേത് കോപത്തിൽ തീരുമാനം എടുക്കാതിരിക്കുക. നാലാമത്തേത് സ്വന്തം ദൗർബല്യങ്ങളെ വേഗം തിരുത്തുക. അഞ്ചാമത്തേത് ബുദ്ധിയോടെ പ്രവർത്തിക്കുക. ആറാമത്തേത് ധർമ്മത്തിൻ്റെ പാത വിട്ടുപോകാതിരിക്കുക. ഇവ പിന്തുടർന്നാൽ ജീവിതത്തിലെ പല പ്രതിസന്ധികളും വിജയകരമായി മറികടക്കാൻ കഴിയും. ശുക്രനീതി എന്നത് രാജാക്കന്മാർക്ക് വേണ്ടി മാത്രമല്ല, സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും അസുരന്മാർക്കും അതുപോലെ ദേവതകൾക്കും ഉപകാരപ്രദമായ സന്ദേശങ്ങളും അതുപോലെ ഉപദേശങ്ങളും അടങ്ങിയിരിക്കുന്ന മറ്റ് നീതിശാസ്ത്രങ്ങളെക്കാളും പ്രാധാന്യമറിയിക്കുന്ന ഒരു നീതിശാസ്ത്ര ഗ്രന്ഥമാണ് ശ്രീ ശുക്രാചാര്യൻ എഴുതിയ നീതിശാസ്ത്രം. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.